പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ എല്ലാവർക്കും ടീച്ചേഴ്സ് ക്ലബ് PC-യിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഓക്കെ, ഇത് നമ്മുടെ RRB റെയിൽവേയുടെ ALP അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന്റെ നോട്ടിഫിക്കേഷൻ ഔട്ട് ആയിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ ആണ്. അപ്പം എന്നാണ് ഇത് നോട്ടിഫിക്കേഷൻ ഔട്ട് ആവുന്നതെന്നും എത്രത്തോളം വേക്കൻസികൾ ഉണ്ടെന്നും അതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്നും അതിന്റെ എക്സാം പാറ്റേൺ എന്താണെന്നും എങ്ങനെയാണ് അതിൽ ആ കട്ട് ഓഫ് മാർക്ക് അച്ചീവ് ചെയ്ത് നമുക്ക് നേടാൻ പറ്റുന്നത് എന്നുള്ളതും അതിന്റെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്നും ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും ആർക്കൊക്കെ പറ്റില്ല എന്നുള്ള ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇതിനു മുമ്പ് RRBയുടെ ALP-യുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ തീർച്ചയായിട്ടും അത് കാണുക. ഓക്കെ, അപ്പൊ നമുക്ക് കൂടുതലായിട്ട് ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അത് ഇവിടെ ഞാൻ കാർഡായിട്ട് വെക്കാം, അതും കൂടി ഒന്ന് കാണുക. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഇത് നമ്മുടെ ആ ഒരു ഡേറ്റ വെച്ചിട്ട് ചെയ്യാന്നാണ് വിചാരിച്ചത്. പക്ഷെ ഞാൻ ചെയ്യുന്ന സമയത്ത് ഈ വീഡിയോ ചെയ്യാൻ പോകുന്ന സമയത്ത് നമുക്ക് സൈറ്റ് അവൈലബിൾ അല്ല. ഓക്കെ, റെയിൽവേയുടെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സൈറ്റ് ഉണ്ടല്ലോ, അത് അവൈലബിൾ അല്ല കേട്ടോ. ഓക്കെ, അത് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് അങ്ങനെ തന്നെ ആയിക്കോട്ടെ, പ്രശ്നമില്ല. നമുക്കത് വെച്ച് ചെയ്യാം. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം, വേറെ ഒന്നുമില്ല. ഓക്കെ, സൈറ്റ് സെർവർ അണ്ടർ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്, സാരമില്ല. ഓക്കെ 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 അപ്പൊ തീർച്ചയായിട്ടും ഇത് ഈ കാണുന്നവര്, വീഡിയോ കാണുന്നവര്, നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. ഇത് അപ്ലൈ ചെയ്യാൻ നിൽക്കുന്നവർക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിലൂടെ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, അപ്പൊ ഞാനിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ RRB റെയിൽവേ ഇപ്പൊ വിളിച്ചിരിക്കുന്ന ALP അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാമിന്റെ മുഴുവനായിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. അത് എന്താണ് അതിന്റെ പ്രോസസ്സിങ് കാര്യങ്ങൾ, അതിന്റെ സോൺ വൈസ് വേക്കൻസി എത്രയാണ്, അതോടൊപ്പം തന്നെ കഴിഞ്ഞ കാലങ്ങളിലെ കട്ട് ഓഫ് മാർക്ക്. ഓക്കെ, കഴിഞ്ഞ കാലങ്ങളിലെ കട്ട് ഓഫ് മാർക്ക് എത്രയാണ്, ഇപ്പൊ നമ്മൾ എങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ നേടാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ബാക്കിലോട്ട് വരുന്നത്. അതിനു മുമ്പായിട്ട് ഒന്ന് രണ്ട് കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ ടീച്ചേഴ്സ് ക്ലബ് PSC നടത്തുന്ന RRB റെയിൽവേ ടീച്ചറിന്റെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതിന്റെ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റ് HSA നാച്ചുറൽ സയൻസിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതിന്റെ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ HSAയുടെ ജനറൽ ബാച്ചിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. LP-UP ലോങ് ടേം ബാച്ചിന്റെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഫ്രീ ആണ്, തികച്ചും ഫ്രീ ആയിട്ടുള്ള കോഴ്സാണ്. ലൈവ് പ്ലസ് എല്ലാം ലൈവ് ക്ലാസ് ആണ്, റെക്കോർഡ് ക്ലാസ് ആണ്, PDF നോട്ട്സ് ഉണ്ട്, എക്സാംസ് എല്ലാം അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ 299 ആണ് LP-UPയുടെ ഫീ എന്ന് പറയുന്നത്. അത് ഒൺലി അഡ്മിഷൻ ഫീസ് മാത്രമാണ്. ബാക്കി നമ്മുടെ അടുത്ത നോട്ടിഫിക്കേഷൻ വരെ ഈ കോഴ്സ് നിങ്ങൾക്ക് ഓൺ ആയിരിക്കും. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. HSA നാച്ചുറൽ സയൻസിന്റെ ഫീസ് എന്ന് പറയുന്നത് 999 ആണ്. ഓക്കെ, RRB ടീച്ചറിന്റെ ഫീസ് എന്ന് പറയുന്നത് 599 ആണ്. ഓക്കെ, അതുപോലെ തന്നെ KVS, NVS, CTET ഇതിനൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിനൊക്കെ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ആ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ലിങ്ക് വഴി ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ ഈ നമ്പറിൽ 7736750473 എന്ന് പറയുന്ന നമ്പറിൽ നിന്ന് കോൺടാക്ട് ചെയ്ത് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. അപ്പം റെയിൽവേ ALP അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് നിലവില് എംപ്ലോയ്മെന്റ് നോട്ടീസിൽ 29/3/2025 പബ്ലിഷ് ചെയ്തു. ഓക്കെ, അത് പബ്ലിഷ് ചെയ്തതിനു ശേഷം നമ്മുടെ സൈറ്റിൽ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. പക്ഷെ ഞാനിപ്പോ നോക്കിയപ്പോഴത്തേക്ക് സൈറ്റ് അണ്ടർ മെയിൻ്റനൻസ് ആണ്, അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ കാണിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. എന്നാലും നമ്മുടെ ആപ്ലിക്കേഷൻ അയച്ചു തുടങ്ങേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് 12/4/2025. ഓക്കെ, അപ്പൊ 12-ാം തീയതി മുതൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ അയച്ചു തുടങ്ങാം. ഓക്കെ, ഓൺലൈൻ വഴി ആണ് അതിന്റെ സബ്മിഷൻ എന്ന് പറയുന്നത്. ഫീയും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിന്റെ 7th CPC പോസ്റ്റ് ആണെന്നും ഇനിഷ്യൽ പേയ്മെന്റ് എന്താണെന്നും മെഡിക്കൽ സ്റ്റാൻഡേർഡ് A1 എന്ന് പറയുന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്താണെന്നും വേക്കൻസി പ്രധാനമായിട്ടും 9970 വേക്കൻസിയാണുള്ളത്. ഞാൻ മുൻ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലാണ്, ഞാനിവിടെ പിൻ ചെയ്ത് വെക്കാം, ആ വീഡിയോ കാർഡ് വെക്കാം. അതിലെല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഒരുപാട് പറഞ്ഞ് ഈ വീഡിയോയുടെ ലെങ്ത് കൂട്ടുന്നില്ല. ഇനി എക്സാമിന്റെ സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും, അപ്പൊ ഓർക്കുക,
12-ാം തീയതി മുതലാണ് എന്ത് ചെയ്യുന്നത്, ഇത് ആരംഭിക്കുന്നത്. ഓക്കെ, പിന്നെ പേയ്മെന്റ് അടയ്ക്കാനുള്ള ഡേറ്റ്, മോഡിഫിക്കേഷൻ നടത്താനുള്ള ഡേറ്റ് 14/5 കേട്ടോ. ലാസ്റ്റ് 14/5 വരെ ഇതിന്റെ ഡേറ്റ് ഉണ്ട്. മോഡിഫിക്കേഷൻ നടത്തേണ്ടത് 14/5 വരെ മോഡിഫിക്കേഷൻ നടത്താം. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ സബ്മിഷൻ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് 11/5 വരെ ഉണ്ട് കേട്ടോ. 11/5, ഏകദേശം ഒരു മാസത്തോളം ഡേറ്റ് ഉണ്ട്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 11/5 ആണ്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 11/5 ആണ്. മോഡിഫിക്കേഷൻ വരുത്താൻ 14/5 വരെ മോഡിഫിക്കേഷൻ വരുത്താനുള്ള ഒരു ടൈമും അവർ നൽകിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതിന്റെ പരീക്ഷാക്രമം നിങ്ങൾക്കറിയാം, 2 CBT ആണ്. CBT 1-ഉം CBT 2-ഉം ആണ്. പിന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ALP ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ എക്സാം. മെഡിക്കൽ കാറ്റഗറി എന്ന് പറഞ്ഞാൽ A1 ആയിരിക്കണം. ആ A1 എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് കാണുക, കാർഡ് വെച്ചിരിക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് എന്താ പറയാ മെയിൻ ആയിട്ടുള്ള കാര്യം. പിന്നെ മീൻസ് ഏജ് വൈസ് ക്ലാസിഫിക്കേഷൻ ഞാൻ കഴിഞ്ഞ വീഡിയോ പറയാം, എന്നാലും ഒന്നും കൂടി ഇവിടെ പറയാം. ജനറൽ കാറ്റഗറീസ്, അതുപോലെ തന്നെ EWS കാറ്റഗറീസിനൊക്കെ 18 മുതൽ 30 വയസ്സാണ്. ഓക്കെ, 18 മുതൽ 30 വയസ്സാണ്. അതുപോലെ OBC അല്ല, OBCയിൽ നോൺ ക്രിമിലെയർ ഉള്ളവർക്ക്, ഓക്കെ, OBC നോൺ ക്രിമിലെയർ ഉള്ളവർക്ക് 18 മുതൽ 33 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. SC/ST കമ്മ്യൂണിറ്റി ആണെങ്കിൽ SC/ST, അതുപോലെ തന്നെ PWED കാൻഡിഡേറ്റ് ആണെങ്കിൽ 18-35 വയസ്സാണ് പ്രായപരിധി എന്ന് പറയുന്നത്, അപ്ലൈ ചെയ്യാനുള്ള പ്രായപരിധി എന്ന് പറയുന്നത്. ഇനി ക്വാളിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു, അവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് ഇതിന് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. മെട്രിക്കുലേഷൻ അല്ലെങ്കിൽ SSLC പ്ലസ് IT അല്ലെ, SSLC പ്ലസ് ITI വേണം. ഓക്കെ, SSLC പ്ലസ് ITI, ഇതാണ് ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് ചെയ്താണ്. ഓക്കെ, ഇതാണ് ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ. അല്ലെങ്കിൽ SSLC പ്ലസ് എന്തെങ്കിലും കറസ്പോണ്ടന്റ് ആയിട്ടുള്ള ഒരു അപ്രന്റിഷിപ്പ് നിങ്ങൾ കഴിഞ്ഞിരിക്കണം. IT ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ബേസിക് ആയിട്ടുള്ള ഒരു അപ്രന്റിഷിപ്പ് കഴിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇതിന്റെ അപ്ഗ്രേഡിംഗ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ആണ്. അതായത് 3 ഇയർ ഡിപ്ലോമ ഇലക്ട്രിക് എഞ്ചിനീയറിംഗിലുള്ളവർക്ക് എടുക്കാം. അതുപോലെ തന്നെ IT ഫ്രം റക്ലി യൂണിവേഴ്സിറ്റി പഠിച്ചിട്ടുള്ളവർക്ക്, അതുപോലെ തന്നെ 3 ഇയർ ഡിപ്ലോമ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള അധികം ക്വാളിഫിക്കേഷൻ ഉണ്ട്. അപ്പൊ ബേസിക് ക്വാളിഫിക്കേഷൻ SSLC പ്ലസ് ITI ആണെന്നുള്ള കാര്യം ഓർക്കുക. അല്ലെങ്കിൽ അപ്രന്റിഷിപ്പ്, ഇതൊരു ടെക്നിക്കൽ പോസ്റ്റ് ആണല്ലോ, നോൺ ടെക്നിക്കൽ അല്ലല്ലോ അല്ലേ. ലോക്കോ പൈലറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ടെക്നിക്കൽ പോസ്റ്റ് ആണ്. അപ്പൊ അതിനനുസരിച്ചുള്ള ഡീറ്റെയിലിംഗ് എന്തൊക്കെയാണ് ഇതിന്റെ എക്സ്ട്രാ ക്വാളിഫിക്കേഷൻസ് ഒക്കെ എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞ പോലെ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഞാൻ അത് ഡീറ്റെയിലിംഗ് ആയിട്ട് പറയുന്നില്ല. ഓക്കെ, ഇനി സോൺ വൈസ് ആയിട്ടുള്ള വേക്കൻസി നമുക്ക് നോക്കാം. സോൺ വൈസ് ആയിട്ട് നമുക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള സോണ് ഏതാണെന്ന് നോക്കാം. സോണ് ഏതാണെന്ന് നോക്കുമ്പോഴത്തേക്ക് അഹമ്മദാബാദില് ഗുജറാത്ത് 497 വേക്കൻസി ഉണ്ട്. അലഹാബാദ് നോർത്തേൺ റെയിൽവേ ഉണ്ട്, നോർത്തേൺ സെൻട്രൽ റെയിൽവേ ഉണ്ട്. അലഹാബാദില് NR ഉണ്ട്, NCR ഉണ്ട്. നോർത്തേൺ റെയിൽവേയിൽ 80-ഉം നോർത്തേൺ സെൻട്രൽ റെയിൽവേയിൽ 508 ആണ്. 508 വേക്കൻസിയാണുള്ളത്. അതുപോലെ തന്നെ പിന്നെ വരുന്നത് ഭുവനേശ്വർ ആണ്. ഓക്കെ, ഈസ്റ്റേൺ സെൻട്രൽ റെയിൽവേ ഭുവനേശ്വറിൽ 928 വേക്കൻസിയാണ്. അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്യുക. ഭുവനേശ്വർ 928 വേക്കൻസി. നമ്മൾ കട്ട് ഓഫ് പറയുമ്പോഴത്തേക്ക് അതൊന്ന് നോക്കുക. അടുത്ത ചണ്ഡീഗഡിലേക്ക് വരുമ്പോഴത്തേക്ക് നോർത്തേൺ റെയിൽവേ ആണ് 433. ബാക്കിയൊന്നും ഞാൻ കൂടുതൽ പോസ്റ്റുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. അടുത്തതിലേക്ക് വരുമ്പോഴത്തേക്ക് ചെന്നൈ, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്, കേരളീയരെല്ലാവരും ആഗ്രഹിക്കുന്ന പോസ്റ്റ് ആണല്ലോ ചെന്നൈ ആൻഡ് ട്രിവാൻഡ്രം. അതിൽ ചെന്നൈയിലേക്ക് വരുമ്പോൾ സദേൺ റെയിൽവേ നിങ്ങൾക്കറിയാം 362 പോസ്റ്റാണ്. അതിന്റെ 3 ഇരട്ടി പോസ്റ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഭുവനേശ്വറിലൊക്കെ ഉള്ളത്. പിന്നെ ഗോരഖ്പൂരിൽ 100, അതുപോലെ തന്നെ ജമ്മു ആൻഡ് ശ്രീനഗർ 8, അതുപോലെ മാൾഡയിൽ, അതായത് വെസ്റ്റ് ബംഗാളിന്റെ ഏരിയ ആണല്ലോ മാൾഡ എന്ന് പറയുന്നത്. കൊൽക്കത്തയിൽ 262, 458 ഉണ്ട്. മാൾഡയിലേക്ക് വരുമ്പോൾ ഈസ്റ്റേൺ റെയിൽവേ ഉണ്ട്, അതുപോലെ സൗത്ത് ഈസ്റ്റ് റെയിൽവേ ഉണ്ട്. മാൾഡ 410, 24 ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ നമുക്ക് പ്രധാനമായിട്ടും നോക്കേണ്ടത് മുംബൈ
നിങ്ങൾ കണ്ടു, മുംബൈ നിങ്ങൾ കണ്ടു 376, 342, അവിടെ 3 സോണുകളുണ്ട്. മുസാഫർപൂർ 89, റാഞ്ചി, ഇനി നോക്കാനുള്ള റാഞ്ചിയാണ്. ഓക്കെ, റാഞ്ചി 578, 635 വേക്കൻസി റാഞ്ചിയിലേക്ക് വരുമ്പോഴത്തേക്ക്. പിന്നെ തിരുവനന്തപുരം നോക്കൂ, തിരുവനന്തപുരം 148 വേക്കൻസി മാത്രമേ ട്രിവാൻഡം ഉള്ളൂ. അത് കൂടെ ശ്രദ്ധിച്ച് വയ്ക്കുക. കട്ട് ഓഫ് നോക്കുമ്പോൾ അറിയാൻ പറ്റും. 148 വേക്കൻസിയാണ് ട്രിവാൻഡം ഉള്ളത്. 300ഓളം വേക്കൻസികൾ ചെന്നൈ ഉണ്ട്. ടോട്ടൽ 9970 വേക്കൻസിയുമാണ് ഉള്ളത്. ഓക്കെ, 9970 വേക്കൻസിയാണ് ടോട്ടൽ ആയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക എവിടെയാണ് അപ്ലൈ ചെയ്യാൻ നല്ല സോൺ എന്നുള്ളത്. ആലോചിച്ചും കൊണ്ട് മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ അപ്ലൈ ചെയ്യുക. വളരെയധികം ചാൻസസ് ഉള്ള ഒരു പോസ്റ്റും കൂടിയാണ് ഈ ALP അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മളിതിന്റെ ഓക്കെ, അപ്പം വേക്കൻസി നിങ്ങൾക്ക് അറിഞ്ഞു. അതുപോലെ തന്നെ ഓരോ സ്ഥലങ്ങളിലും എത്രത്തോളം വേക്കന്റ് ആണെന്നുള്ള കാര്യവും നിങ്ങൾ അറിഞ്ഞു. ഇനി നിങ്ങൾ തന്നെ തീരുമാനിക്കുക എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതിന് ഒരു മാർഗം കൂടിയുണ്ട്. അത് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ഈ കട്ട് ഓഫ് നോക്കിയിട്ട് കഴിഞ്ഞ 2024ലെയും അതിനു മുമ്പ് നടന്ന എക്സാമിന്റെയും കട്ട് ഓഫ് ഞാനിവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അതിനെ വിശദീകരിക്കുന്നില്ല. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ തന്നെ പഠിക്കുക. ഓക്കെ, ഇനി അതിന് തൊട്ട് മുമ്പത്തെ കട്ട് ഓഫ് എടുക്കണമെന്നില്ല, എന്നാലും ഞാനൊന്ന് കാണിക്കാം. കാരണം അതിന് മുമ്പത്തെ കട്ട് ഓഫിൽ നമുക്ക് EWS കാറ്റഗറി ഇല്ല. ഓക്കെ, OBC വരെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് കട്ട് ഓഫ് ഞാൻ കാണിക്കാം. അത് നിങ്ങൾ എന്ത് ചെയ്യുക നോക്കുക. ഓരോന്നും കാറ്റഗറി ബേസ് ചെയ്തിട്ട് തരം തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഓരോന്നും ഓരോ സ്പെസിഫൈഡ് ആയിട്ടുള്ള കാറ്റഗറി ബേസ് ചെയ്ത് അൺറിസർവ്ഡ്, SC, ST, OBC, EW. OBC എന്ന് പറയുമ്പോൾ നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് ഉള്ളവരാണ് OBC ആയിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, അതിൽ ഒന്നാമത്തെ എന്ന് പറയുന്നത് ചണ്ഡീഗഡ് ആണ്. ഓക്കെ, ചണ്ഡീഗഡ് ആണ് ഒന്നാമത്തത്. ഓക്കെ, ചണ്ഡീഗഡ് ആണ് മൂന്നാമതായിട്ട് പറയാനുള്ളത്. രണ്ടാമതായിട്ട് മുംബൈ ആണ്. പിന്നെ വരുന്നത് മാൾഡയാണ്. പിന്നെ റാഞ്ചി, ഗുവാഹത്തി, അതുപോലെ തന്നെ ബിലാസ്പൂർ, ട്രിവാൻഡ്രം, TVM. നോക്കൂ, ട്രിവാൻഡ്രത്തിന്റെ നോക്കൂ, അൺറിസർവ്ഡ് 48.93, 93, SC 30.06. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മൾ മുകളിൽ പറഞ്ഞാൽ ചണ്ഡീഗഡിനും ഏകദേശം സെയിം, SCക്ക് അതേതാണ്. അപ്പൊ നോക്കി ഓരോന്ന് നോക്കുക കേട്ടോ. ST എന്ന് പറയുന്നത് 31.49, OBC നോൺ ക്രിമിലിയർ 48.90, EWS 40.09. ഇതാണ് ട്രിവാൻഡ്രത്തെ കട്ട് ഓഫ് ആയിട്ട് വന്നിരിക്കുന്നത്. CVT ഫസ്റ്റിന്റെ കട്ട് ഓഫ് ആയിട്ട് വന്നിരിക്കുന്നത്. പിന്നെ ഉള്ളത് 49.5 അൺറിസർവ്ഡ് ചെന്നൈ ആണ് കേട്ടോ. ഒരുമിച്ചിട്ടിരിക്കുന്നതാണ് ഞാനത് അടുത്തടുത്ത്. ചെന്നൈ നോക്കൂ, ജനറൽ 49.51, SC 34.42, ST 25.07, OBC നോൺ ക്രിമിലിയർ 39.35, EWS 40.15. ചെന്നൈയിലേക്ക് വരുമ്പോൾ ഇനി കൊൽക്കത്ത. ഓക്കെ, കൊൽക്കത്ത ഇവിടെ ഗോരഖ്പൂർ. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ തന്നെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. എന്താണ് ഈ കട്ട് ഓഫിന്റെ ഒരു രീതി, അല്ലെങ്കിൽ എവിടെ അപ്ലൈ ചെയ്യാം എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് അനലൈസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് അത് കണ്ടെത്താൻ പറ്റും. ഓക്കെ, സിമ്പിൾ ആയിട്ട് അത് കണ്ടെത്താൻ പറ്റും. നെക്സ്റ്റ് അടുത്ത അറബി വരുമ്പോഴത്തേക്ക് അജ്മീർ ആണ് കേട്ടോ. ഇത് അജ്മീർ. ഓക്കെ, ഓരോന്നും നോക്കുക, എവിടെയാണ് കൂടുതൽ കുറവ്, ഏത് കമ്മ്യൂണിറ്റിക്ക് എന്നുള്ളത് നോക്കുക. അഹമ്മദാബാദ്, അജ്മീർ, അഹമ്മദാബാദ്, പാട്ന, ബാംഗ്ലൂരു, പ്രയാഗ്രാജ്,
പ്രയാഗ്രാജ് 60.98 ഹയസ്റ്റ്. അതായത് ഭുവനേശ്വറിൽ നമ്മളിപ്പോൾ കണ്ടായിരുന്നു അല്ലേ, ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ളത് ഭുവനേശ്വറിലാണ്. കട്ട് ഓഫും അത്യാവശ്യം കഴിഞ്ഞ തവണ നല്ല കട്ട് ഓഫ് ഉണ്ടായിരുന്നു. 60.98 ആണ് ഏറ്റവും കൂടുതൽ. പാട്നയിൽ 67 ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും വേക്കൻസി കൂടുതലുള്ളത് നമ്മൾ ഈ പറഞ്ഞ ഭുവനേശ്വറിലുണ്ട്. 900 സംതിങ് വേക്കൻസി ഉണ്ട് അവിടെ. കഴിഞ്ഞ തവണ അൺറിസർവ്ഡ് 60, SC 42, ST 44, OBC നോൺ ക്രിമിലിയർ 50, EWS 40 ആ ഒരു ലെവലിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക. ഓക്കെ, ഭുവനേശ്വർ, പിന്നെ ഭോപ്പാല്, സെക്കന്ദ്രാബാദ്, പിന്നെ പിന്നെന്താണുള്ളത്, മുസാഫർപൂർ അല്ലേ, മുസാഫർപൂർ. ഇത്രയാണ് നിലവില് നമ്മുടെ RRBയുടെ സോണുകൾ. നിങ്ങൾക്ക് അറിയാലോ, ഇതാണെന്ന് അറിയാമല്ലോ. അപ്പൊ ഇത്രയും സോണുകളാണുള്ളത് നിലവില്. ഇപ്പൊ ഏതോ ഒന്ന് ഞാൻ വിട്ടുപോയി, അതാണ് ഞാനിവിടെ ഒന്ന് തെറ്റിപ്പോയി എഴുതിയത്. അതായത് ഭുവനേശ്വർ കഴിഞ്ഞിട്ട് ഞാൻ എഴുതേണ്ടിയിരുന്നത് ജമ്മു കാശ്മീർ ആണ് കേട്ടോ. ജമ്മു ആണ്. ഓക്കെ, ഭുവനേശ്വർ കഴിഞ്ഞിട്ട് ജമ്മു ആണ്. പിന്നെ ഭോപ്പാല്, അതുപോലെ സെക്കന്ദ്രാബാദ്, പിന്നെ ഉള്ളത് ലാസ്റ്റ് മുസാഫർപൂർ. ഇതാണ് കഴിഞ്ഞ തവണത്തെ 2024 കട്ട് ഓഫ് എന്ന് പറയുന്നത്. മുസാഫർപൂറൊക്കെ മാരക കട്ട് ഓഫ് ആയിരുന്നു അല്ലേ, അൺറിസർവ്ഡ് ഒക്കെ. ഞാൻ ഈ പറഞ്ഞ ഭുവനേശ്വറിൽ നല്ല കട്ട് ഓഫ് ആയിരുന്നു. നമ്മൾ നേരത്തെ കണ്ട നമ്മുടെ ട്രിവാൻഡം, നമ്മുടെ ഏരിയയിലേക്ക് പോകുമ്പോൾ ട്രിവാൻഡവും ചെന്നൈയും 48ഉം 49ഉം ആയിരുന്നു. ജനറൽ SC 30, 34, ST 31, 25, OBC നോൺ ക്രിമിലിയർ 48, 39, EWS 40, 42 സെമി ഏകദേശം സെയിം ആയിരുന്നു. പക്ഷെ പോയിന്റ് ഞാൻ പറയാത്തതല്ല, പോയിന്റിന് വലിയ സ്ഥാനമുണ്ട് കേട്ടോ. ഏകദേശം 100 റാങ്കിന് 150 റാങ്കിന് മുകളിലൊക്കെ പോകും ഈ പോയിന്റ് മാർക്കുകൾ കേട്ടോ. ഓക്കെ, പോയിന്റുകൾ ശ്രദ്ധിച്ചോളാം. ഞാൻ പൂർണ്ണസംഖ്യ മാത്രമേ പറഞ്ഞോളൂ. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത്, കഴിഞ്ഞ തവണത്തെ 2024 കട്ട് ഓഫ്. അപ്പൊ ഇതും കൂടി ഒന്ന് അനലൈസ് ചെയ്തിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന കാര്യം തീരുമാനിക്കുക. പിന്നെ അടുത്തതെന്ന് പറയുന്നത് മുമ്പത്തെ 2018 കട്ട് ഓഫ് ആണ്. 2018 കട്ട് ഓഫ് ആണ്. ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് നോക്കുക. ഓക്കെ, ഇതാണ് അഹമ്മദാബാദ്, അജ്മീർ, അലഹാബാദ്, ബാംഗ്ലൂർ, ഭുവനേശ്വർ, ചെന്നൈ, ഗുവാഹത്തി, ജമ്മു ആൻഡ് കാശ്മീർ, പിന്നെ ഉള്ളത് കൊൽക്കത്ത SER ഉണ്ട്, കൊൽക്കത്ത ER ഉണ്ട്. അതൊക്കെ അവിടെയുള്ള ഓരോ സോണുകൾ തിരിച്ച് തന്നിരിക്കുകയാണ്. മുംബൈ, മുസാഫർപൂർ, പാറ്റ്ന, സെക്കന്ദ്രാബാദ്, സിലിഗുരി, തിരുവനന്തപുരം. അന്നും അത്യാവശ്യം കട്ട് ഓഫ് ഉണ്ടായിരുന്നു. 55, 47, 31 ഈ ലെവലിൽ, 25 ഈ ലെവലിൽ കട്ട് ഓഫ് ഉണ്ടായിരുന്നു അന്നും. ഓക്കെ, പിന്നെ ഉള്ളത് ബിലാസ്പൂർ, SECR ഉണ്ട്, CR ഉണ്ട്, സെൻട്രൽ റെയിൽവേ ഉണ്ട്. ചണ്ഡീഗഡ്, ചെന്നൈ നോക്കൂ, അന്ന് 2018 കട്ട് ഓഫ് 72 ആണ് കേട്ടോ. 72 ആണ് ചെന്നൈ കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഓക്കെ, അത് SC ഒക്കെ നോക്കി 63, 49, 69 കിടക്കുന്ന SC, ST, OBC നല്ല ഹൈ കട്ട് ഓഫ് ആയിരുന്നു 2018 ഉണ്ടായിരുന്നപ്പോഴത്തെ. 2018 കട്ട് ഓഫ് എന്ന് പറയുന്നത് ഹൈ കട്ട് ഓഫ് ആയിരുന്നു. അതിനേക്കാളും കുറവായിരുന്നു നമ്മളിപ്പോ കണ്ട 24 കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് പഠിച്ചിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. കളഞ്ഞു കുളിക്കരുത്, കറക്റ്റ് സ്ഥലത്ത് അപ്ലൈ ചെയ്യുകയും അതിനു വേണ്ടിയിട്ടുള്ള പഠനം നിങ്ങൾ നന്നായിട്ട് ആരംഭിക്കുകയും ചെയ്യുക. അതാണ് പറയാനുള്ളത്. അപ്പൊ 12-ാം തീയതി മുതൽ വിഷു കൈനീട്ടം എന്നതുപോലെ നിങ്ങൾക്ക് റെയിൽവേ ഒരു കൈനീട്ടം തന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നവർ തീർച്ചയായിട്ടും അത് അപ്ലൈ ചെയ്യുക, പഠിക്കുക, എക്സാം ക്യാച്ച് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, ഹൈ എൻഡ് സാലറിയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ അതോടൊപ്പം തന്നെ
ഞാൻ ഈ പറഞ്ഞതുപോലെ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും എത്തിക്കുക. ഇതിന്റെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള വീഡിയോ ഞാൻ മുമ്പേ പറഞ്ഞു, കാർഡായിട്ട് വെക്കാം, ഫസ്റ്റ് തുടക്കത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് നിങ്ങൾ കാണുക തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ എനിവേ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അതിനോടൊപ്പം എനിക്ക് പറയാനുള്ളത്, തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് സെക്ഷനിലൂടെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള അപ്ഡേറ്റ്സുകൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, താങ്ക് യു. അപ്പം ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്. വന്ദേ മാതരം.